ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വൈകാശി വിശാഖവുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ്. ഇതിനു മുമ്പും ഭഗവാന്റെ എന്ത് ഉത്സവം വന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണിതും. അപ്പോൾ 29-ഉം 30-ഉമായി വൈകാശി വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉത്സവം കൊണ്ടാടപ്പെടുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശൂരപത്മാസുരൻ എന്ന അസുരൻ്റെ നിഗ്രഹത്തിന് വേണ്ടിയാണ് മഹാദേവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിഗോളമാക്കി ഗംഗയിലേക്ക് പതിപ്പിക്കുന്ന 6 തീഗോളങ്ങൾ പിന്നീട് ശരവണ പൊയ്കയിൽ എത്തിച്ചേരുകയും അവിടെ കാർത്തിക ദേവതമാരുടെ സംരക്ഷണയിൽ ഈ 6 കുഞ്ഞ് പുത്രന്മാരും വളരുകയും പിന്നീട് സ്കന്ദമാതാവായ പാർവതി ദേവി പരമേശ്വരനുമൊത്ത് അവിടെ എത്തുകയും ഈ 6 മുഖങ്ങളുള്ള മുരുക ഭഗവാനെ മടിയിലെടുത്ത് താലോലിക്കുമ്പോൾ ഈ 6 മുഖങ്ങളും ചേർന്ന് ഒരു മുഖമുള്ള ഒരു കുഞ്ഞായി മാറുന്നു എന്നും ഐതിഹ്യം പറയുന്നു. അപ്പോൾ അതൊരു നീണ്ട കഥയാണ്. അപ്പോൾ എവിടെയാണോ തിന്മ കൂടുതലുള്ളത് അവിടെയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം വരുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പൗർണമിയും അതുപോലെ തന്നെ വിശാഖ നക്ഷത്രവും ചേരുന്ന സുദിനത്തിലാണ് ഈ വൈകാശി വിശാഖം, അതായത് ഭഗവാന്റെ അവതാരം എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ വിശാഖം നാൾ എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു നക്ഷത്രമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭഗവാന്റെ ആ ഒരു അവതാരമെടുക്കുന്ന സുദിനമായി കണക്കാക്കുന്നതിൽ നിന്ന് നമുക്ക് കണക്കാക്കാം. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വിശാഖ നക്ഷത്രത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഞാനും ഒരു വിശാഖ നക്ഷത്ര ജാതയാണ്. അപ്പോൾ മുരുക ഭഗവാന്റെ ക്ഷേത്രങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ അവിടെ പോകാറുണ്ട്. എല്ലാ വർഷവും വൈകാശി വിശാഖം ഞാൻ എൻ്റെ വീട്ടിൽ എന്നാൽ കഴിയുന്ന പൂജകൾ ഭഗവാന് സമർപ്പിക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചുരുക്കത്തിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു. ഭഗവാന് കുറേ 6 പട വീടുകളുണ്ടെന്ന് പറയും. അതിൽ 6 വീടുകളാണ് ഭഗവാന് പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് തിരുപ്പുറക്കുണ്ട്രം, പിന്നെ ഒന്നുള്ളത് തിരുച്ചെന്തൂർ, പിന്നെ ഒന്നുള്ളത് പഴനി, പിന്നെ ഒന്നുള്ളത് സ്വാമിമല, പിന്നെ ഒന്നുള്ളത് തിരുത്തണി, പിന്നെ ലാസ്റ്റിലുള്ളത് പഴമുതിർ ചോല. അപ്പോൾ ഇങ്ങനെ 6 പട വീടുകളാണ് ഭഗവാനുള്ളത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇനി എന്നാണ് എനിക്കവിടെ എത്താൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരുച്ചെന്തൂർ മാത്രമാണ് കടൽ തീരത്തിനടുത്തുള്ള ക്ഷേത്രം. ബാക്കി വരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെ കടൽ തീരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുച്ചെന്തൂർ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചെന്നെത്താൻ കഴിയും. അന്ന് തന്നെ തിരിച്ചു വേണമെങ്കിൽ വരികയും ചെയ്യാം. അത്ര വലിയ ദൂരം നമുക്ക് പറയാനില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് എഴുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയും ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ഇനിയും പോയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 29-30 തീയതികളിലായിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് ഈ വിശാഖ നക്ഷത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകാശി വിശാഖം ഇന്നും നാളെയുമായുള്ള ദിവസങ്ങളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. തിരുച്ചെന്തൂരൊക്കെ ഇത് ഭയങ്കര ഉത്സവമാണ്. അതിഭയങ്കരമായ തിരക്കുമാണ് വൈകാശി വിശാഖം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഭഗവാന്റെ തിരുകല്യാണത്തോടു കൂടിയാണ് ഈ ഉത്സവം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദേവയാനിയും വള്ളിയും ഒക്കെ ആയിട്ടുള്ള തിരുക്കല്യാണം അതാണ് നടക്കുന്നത്. അപ്പോൾ ഭഗവാൻ ദേവ സൈന്യത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് ദേവസേനാപതി എന്നൊരു പേരിലും ഭഗവാനെ അറിയപ്പെടുന്നു. അതുപോലെ ഗുഹൻ എന്ന് ഒരു വിളിപ്പേരുള്ള ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി. കാരണം
മഹാദേവൻ്റെ പുത്രനായതുകൊണ്ട് മഹാദേവൻ്റെ പുത്രനായതുകൊണ്ട് ഗുഹൻ എന്ന പേരിലും സുബ്രഹ്മണ്യ സ്വാമി അറിയപ്പെടുന്നുണ്ട്. വേൽ ആയുധമായുള്ള ഭഗവാനായതുകൊണ്ട് വേലായുധൻ എന്നും നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പറയുന്നു. സ്കന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, കാരണം പാർവതിയുടെ പുത്രനായതുകൊണ്ട് സ്കന്ദൻ എന്ന പേരിലും മുരുക ഭഗവാനെ അറിയുന്നു. അതുപോലെ ആറുമുഖങ്ങളുള്ളവൻ എന്ന അർത്ഥത്തിൽ ആറുമുഖൻ എന്ന പേരിലും നമ്മൾ ഭഗവാനെ അറിയപ്പെടുന്നു. അങ്ങനെ ഭഗവാന് ധാരാളം നാമധേയങ്ങളുണ്ട്. സർവ വിജ്ഞാനത്തിൻ്റെയും അധിപൻ കൂടിയാണ്. സർവ്വവ്യാകരണങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ പണ്ഡിതനാണ് നമ്മുടെ മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. മുരുകൻ എന്ന പേരിൽ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥവുമുണ്ട്. സർവവും തികഞ്ഞ ഒരു ഉത്തമനായ പുരുഷൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് മുരുകൻ. മയിൽ വാഹനൻ എന്നും ഭഗവാനെ പറയാറുണ്ട്. അപ്പോൾ മയിൽ വാഹനമാക്കിയ ഭഗവാനാണ് നമ്മുടെ മുരുക ഭഗവാൻ. അപ്പോൾ മുരുക ഭഗവാനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വ്രതങ്ങൾ മതി. നമ്മുടെ ആരോഗ്യത്തിനും നമ്മളെന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്രതം മതി. നമുക്കിപ്പോൾ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നോൺ വെജ് ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് ഈ വൈകാശി വിശാഖത്തിലുള്ള ക്ഷേത്ര ദർശനം, മുരുക ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. ഭസ്മമാണ് അഭിഷേകം ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിലെ പാപങ്ങളെല്ലാം വിട്ടകന്ന് ഐക്യതയും സന്തോഷവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഭസ്മാഭിഷേകം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വീടുകളിൽ ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭഗവാന്റെ വിഗ്രഹങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭസ്മാഭിഷേകം, നമ്മുടെ വീട്ടിലുള്ള ഭസ്മം തന്നെ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ അഭിഷേകം ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 5 തിരി മറ്റേ ഷഡ്കോണ കോലം ഉണ്ടല്ലോ, ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. അതാണ് ശരവണ ഭവ എന്നതിലെഴുതി 6 വിളക്കുകൾ നമുക്ക് ദർശനമായി ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, വിളക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റുന്നവർ അങ്ങനെ വയ്ക്കുക. ഭഗവാൻ ഒന്നും നൈവേദ്യമായി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചാലും മതി. അതല്ല പഴമുണ്ടെങ്കിൽ പഴം വയ്ക്കാം. ചുമന്ന പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുന്നത് ഭയങ്കര ശ്രേഷ്ഠമാണ്. അപ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം നമുക്ക് എത്ര പ്രാവശ്യം 108 പ്രാവശ്യം പറയണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സ്കന്ദഷഷ്ടി കവചം നമുക്കറിയാമെങ്കിൽ അത് പറയാം, അത് പാരായണം ചെയ്യാം. അങ്ങനെയും പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്ത് കേട്ടാലും മതി. അങ്ങനെ നമുക്ക് ഭഗവാന്റെ ഓം വജദ്ഭുവേ നമഃ എന്ന് പറയുന്നവരുമുണ്ട്. നമുക്കറിയാവുന്ന നാമങ്ങൾ കൊണ്ട് ഭഗവാന് നമ്മുടെ മനസ്സിലെ പൂജ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നമുക്ക് നല്ലത് വരണം എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നന്മ വരണമെന്നും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഭഗവാന്റെ കരസ്പർശം ഉണ്ടാവണമെന്നും നമ്മളൊരിക്കലും തെറ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കരുതെന്നും ഇതുവരെ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമാപണവും ചോദിച്ച് ഭഗവാൻ ഇതുവരെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കൂടി പറയുന്നത് വഴിയാണ് നമ്മുടെ ഓരോ പൂജയും പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് ഒരു അനുഭവം തന്നെയാണ്. വീടില്ലാതെ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് അവിടെ ഞാൻ കണ്ടു. ഒരുപാട് ആൾക്കാർ അവിടുത്തെ കടൽ തീരത്ത് ഇങ്ങനെ മണൽത്തിട്ടകൾ ഉണ്ടാക്കി വീടിൻ്റെ ഓരോ മോഡൽസ് ഇങ്ങനെ കൈകൊണ്ടുണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ തിരമാലകൾ വന്ന് അതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച അത് കണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം സ്വയം മറന്നു തന്നെ നിന്നിട്ടുണ്ട്. അതുപോലെ പാൽക്കുടം എടുക്കുക എന്നൊരു നേർച്ചയുണ്ട് തിരുച്ചെന്തൂർ. വീടില്ലാത്തവരാണ് കൂടുതലും ആ നേർച്ചയുമായി പോകുന്നത്. പിന്നെ കാവടി, അങ്ങനെ പാൽക്കാവടി, പീലിക്കാവടി, ഇങ്ങനെയൊക്കെയുള്ള പല കാവടികൾ നമുക്ക് എടുക്കാൻ പറ്റും. പഴനിയിൽ പോകുന്നവർക്ക് അതറിയാൻ പറ്റും. പഴനി ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല, പക്ഷേ തിരുച്ചെന്തൂറും തിരുത്തണിയും ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ തല ഫസ്റ്റ് ടൈം മുട്ടയടിക്കുന്നത് തിരുത്തണിയിൽ വെച്ചാണ്. അപ്പോൾ തിരുച്ചെന്തൂർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടെമ്പിളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. എല്ലാവരും ഭഗവാന്റെ എല്ലാവർക്കും വേണ്ടിയും ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യവും സന്തോഷവും സംതൃപ്തിയും അതുപോലെ സമാധാനവും അതുപോലെ സമ്പൽ സമൃദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ ഇടാൻ കിട്ടുന്ന ഒരു അവസരമെന്ന് പറയുന്നത്. അതിന് ഭഗവാനോട് നന്ദി പറയുന്നു.
ഓം ശരവണ ഭവ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ. എല്ലാവരുടെ വീടുകളിലും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുരുക ഭഗവാന് പൂജകൾ ചെയ്യുക. കമൻറ്റിൽ എല്ലാവരും വന്ന് അറിയിക്കുക എല്ലാവരും എങ്ങനെയാണ് അവരവരുടെ വീടുകളിൽ പൂജ ചെയ്തതെന്ന്. വ്രതം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാത്രം എടുക്കുക. അല്ലാതെ മരുന്നൊക്കെ എടുക്കുന്നവർക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടൊരു ഫാസ്റ്റിംഗ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ മനസ്സിൻ്റെ നന്മ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത് ഓരോരുത്തരും ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അന്നദാനം നമുക്ക് ചെയ്യാം. അതുപോലെ ഭഗവാന് നമ്മളെ കൊണ്ട് കഴിയുന്ന നൈവേദ്യങ്ങളൊക്കെ വെച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓം ശരവണ ഭവ. വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും വൈകാശി വിശാഖ ആശംസകൾ.